ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ പോണെയാണ്. ഞാൻ ഇതുവരെ ഒരു ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല ഗൈസ്. കഴിക്കാത്തവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല എമൗണ്ട് വേണം. അതായത് ഒരു 750,000 രൂപയൊക്കെ ഉണ്ടെങ്കിലാണ് അത്യാവശ്യം നല്ലൊരു ഡ്രീം കേക്ക് കിട്ടുള്ളൂ. പിന്നെ ലുലുവിലൊക്കെ ഡ്രീം കേക്കൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ അതിനും 750 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ടും ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 150 രൂപയ്ക്ക് 150-160 ആ ഒരു റേഞ്ചിൽ നമുക്ക് പറ്റിയ ഡ്രീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ നിങ്ങൾ വില കേട്ടിട്ട് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇത്രയും രൂപയുള്ളെങ്കിലും ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു തവണ ഉണ്ടാക്കി സക്സസ്ഫുൾ ആയതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ ഒട്ടുമിക്കവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എനിക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നമ്മുടെ ഫാമിലി ഒന്ന് ബിഗ് ആവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ കേക്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറിയോ ഡാർക്ക് ഫാൻറ്റസിയാണ്. നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഇതായാലും എടുക്കാം. 30 രൂപയുടെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 10 രൂപയുടെ ആയിട്ട് കുഞ്ഞു പാക്കറ്റ് കിട്ടൂല, അങ്ങനെ 3 ആയാലും എടുത്താൽ മതി. എന്നിട്ട് അതിൽ ഒരു 3-4 മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബിസ്ക്കറ്റ് എല്ലാം കൂടി നമുക്ക് ഇങ്ങനെ പൊടിക്കാനായിട്ടിടാം. എന്നിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആവശ്യമായിട്ടുള്ള പാല് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ മാത്രമായിട്ടുള്ള പാലും ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സാക്കി കൊണ്ടുവരണം. ഇതേപോലെ ഇരിക്കും കേട്ടോ. ഇതേപോലെ ഇരിക്കും ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ. ഗൈസ്, നമുക്ക് പുതിയതായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. കേക്ക് നോക്കി വന്നേക്കണുണ്ട്. ഇത് എന്താവോ എന്തോ, പക്ഷെ സെറ്റായിട്ട് വരും കേട്ടോ. അവളിതുവരെയായിട്ട് അവളുടെ ഈ കേക്ക് കഴിച്ചിട്ടില്ല. ഡ്രീം കേക്ക് ഞാൻ ഉണ്ടാക്കി ഇത് കഴിച്ചിട്ടില്ല. അപ്പൊ കേക്ക് കഴിക്കാൻ വേണ്ടിയിരിക്കുക അല്ലേ സ്വാതി? ഒരു ഹായ് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ നമ്മൾ ഇനി കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പ്രഷർ കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്യണത്. ഓവണിൽ വേണമെങ്കിൽ ഓവണിൽ കുക്ക് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇവിടെ കേക്ക് ഉണ്ടാക്കണ ടൈമിൽ സ്വാതിയും വൈഷ്ണവും അപ്പം കൂടി ഇരുന്ന് അവിടെ ക്യാരംസ് കളിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ഉണ്ടോ, അതായത് ന്യൂ ഇയറിന് മുന്നേക്ക് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഒരു ന്യൂ ഇയർ ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്ത് എടുത്ത വീഡിയോ ആണിത്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ബാറ്റർ നമ്മൾ ഒരു ചെറിയൊരു ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അടിയിൽ മറ്റേ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ ഒരു 10-15 മിനിറ്റ് നേരം വെച്ച് ചൂടാക്കിയതാണ്. എന്താ വെച്ചാൽ ചെറിയ കേക്കാണല്ലോ, അപ്പോൾ അത്രയും മതി. എന്നിട്ട് ഞാൻ ഒരു ടൂത്ത് പിക്കും കൊണ്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് കേക്കും അതിന് അടുത്ത ലെയർ നമുക്കൊരു ക്രീമാണ്, ചോക്ലേറ്റ് ക്രീമാണ് റെഡിയാക്കേണ്ടത്. അതിന് ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന 3-4 നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുകയാണ്. അപ്പോൾ സ്വാദിയാണ് കേട്ടോ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതൊന്ന് നോക്കുക, എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഡയറി മിൽക്കിൻ്റെ പകുതി വരെ ഇട്ട് കൊടുക്കുക. ഇതൊരു 20 രൂപയുടെ ഡയറി മിൽക്കാണ്. ഇത് 20 രൂപയുടെ 2 ഡയറി മിൽക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു 3-4 പീസ് ഡയറി മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. ഇപ്പോൾ ഡയറി മിൽക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ആയാലും മതി, പക്ഷേ ഡയറി മിൽക്ക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എത്താം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ലെയർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റും ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ക്രീം ബിസ്ക്കറ്റ് ആണല്ലോ ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മളൊരു കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബൗളിലാണ് വെക്കുന്നത്. ഇതിൽ വെച്ചിട്ട് ഈ കേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിത് കേക്ക് വെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്കും കൊണ്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പാലും പഞ്ചസാരയും കൂടി ഞാൻ മിക്സാക്കി വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് വെറ്റാക്കി കൊടുക്കുക കേക്ക്. എല്ലാ സ്ഥലത്തും ഒഴിക്കണേ.
കുറച്ചുകൂടി വേണോ പാല്? കുറച്ചും കൂടി പാൽ ഒഴിക്കുന്നുണ്ട്. അങ്ങോട്ട് എല്ലാ സ്ഥലത്തും എത്തിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചല്ലോ, ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണതാണ്. നല്ലോണം എല്ലാ സ്ഥലത്തും ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ക്രീമിന് ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ നല്ലോണം സെറ്റാക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം. ഇനി നമുക്ക് തേർഡ് ലെയർ ഉണ്ടാക്കാം. തേർഡ് ലെയറിന് ഞാനിവിടെ ഒരു 20 രൂപയുടെ മിൽക്കി ബാറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മിൽക്കി ബാർ മൊത്തം വേണം. അപ്പോൾ ഈ മിൽക്കി ബാർ മൊത്തം ഇട്ടതിന് ശേഷം നമുക്കൊരു ചെറിയ കഷ്ണം ഡയറി മിൽക്കും കൂടി വേണം, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാൻ മാത്രമായിട്ടുള്ള ക്രീമാണ്, ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തോ നമുക്കിത് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ലോണം മെൽറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് തേർഡ് ലെയറായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. തേർഡ് ലെയറായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചൂടോടെ തന്നെ ഒഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചൂടാറാൻ വേണ്ടിയൊന്നും നിൽക്കണ്ട. പിന്നെ ഞാനിത് ഒരു ചെറിയൊരു തിൻ ലെയർ പോലെ ഇരിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എടുത്തിരിക്കുന്ന ഗ്ലാസ് ബൗളുണ്ടല്ലോ, അത് കുറച്ച് വലിയ ഗ്ലാസ് ബൗളാണ്, അതുകൊണ്ടാണ് കുറച്ച് തിൻ ലെയറായിട്ട് ഇരിക്കണം. ഇതിലും ചെറിയൊരു ഗ്ലാസ് ബൗളാണ് അല്ലെങ്കിൽ ചെറിയ ടിഫിൻ ബോക്സ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലിയ ലെയർ പോലെ ഇരുന്നോളും. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, തിൻ ലെയർ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ, മിൽക്കി ബാറൊക്കെ ആണല്ലോ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ള ഡയറി മിൽക്ക് നമുക്കിനി ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെ മെൽറ്റ് ആക്കിയിട്ട് ഇനി നമുക്കത് ഫോർത്ത് ലെയറായിട്ട് കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് മിൽക്കി ബാർ അല്ല, ഡയറി മിൽക്ക് മാത്രം മതി. ഡയറി മിൽക്ക് മാത്രം ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഫോർത്ത് ലെയറായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 4ാമത്തെ ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി ഡയറി മിൽക്ക്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട്, അതായത് 5ാമത്തെ ലെയറായിട്ട് ഒന്നില്ലെങ്കിൽ കോഫി പൗഡർ ഇടുക, അല്ലെങ്കിൽ ഇതേപോലെ ബൂസ്റ്റ് ഇടുക കേട്ടോ. ബൂസ്റ്റ് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് വരും. പക്ഷേ കോഫി പൗഡറാണ് ശരിക്കും ഡ്രീം കേക്കിന് ഇടാറ്, ഇല്ലെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ഇടാവുന്നതാണ്. ബൂസ്റ്റാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ബൂസ്റ്റാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഒരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഒരു 10-20 മിനിറ്റ് നേരം വരെ വെച്ചുള്ളൂ. നമ്മൾ കേക്ക് എന്നാലും സെറ്റായിട്ട് ഉണ്ടാവും. എന്നാലും കുറച്ചിങ്ങനെ പൊട്ടിക്കുന്ന പോലെ ഡ്രീം കേക്ക് ഇങ്ങനെ പൊട്ടിച്ചാണല്ലോ കഴിക്കുക. അത് വേണമെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ആകെ വേണ്ടത് 20 രൂപയുടെ 2 ഡയറി മിൽക്ക്, 20 രൂപയുടെ ഒരു മിൽക്കി ബാർ, 30 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ 75 രൂപയുടെ ഒരു ഫ്രഷ് ക്രീം. ഇത്രയും മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രീം കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഫുൾ ലെയർ ഉണ്ട്. അത് മൊത്തം അകത്താക്കിയില്ലേ? എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഒന്ന് പറയോ? നല്ലതാണോ? ഓക്കെ ഗൈസ്, സോനയ്ക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നല്ല സൂപ്പർ സാധനമാണ്. ഇത്രയും കാശുള്ളൂ, കുറച്ച് കാശല്ലേ. 150 രൂപയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രീം കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീ യു.